തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തിരുവനന്തപുരത്ത് ചേർന്ന PLC യോഗത്തിൽ തീരുമാനമായില്ല. ബുധനാഴ്ച വീണ്ടും PLC യോഗം ചേരും. ഇന്ന് നടന്ന ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. അതേസമയം ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് തൊഴിലാളി സംഘടനകൾ അറിയിച്ചു. തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തുടർച്ചയായി ചേർന്ന മൂന്നാമത്തെ പ്ലാന്റേഷൻ ലേബർ സമിതി യോഗമാണ് തീരുമാനമാകാതെ പിരിഞ്ഞത്. 7 മണിക്കൂറോളം നീണ്ട യോഗത്തിൽ അവസാന മണിക്കൂറിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പങ്കെടുത്തു. എങ്കിലും യാതൊരു തരത്തിലുള്ള സമവായ സാധ്യതയും യോഗത്തിലുണ്ടായില്ല. മിനിമം വേതനത്തിൽ അല്പമാത്ര വർധനവ് മാത്രമേ നൽകാനാവൂ എന്ന നിലപാടിൽ തോട്ടമുടമകൾ ഉറച്ചുനിന്നു. ഇത് അംഗീകരിക്കാൻ തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ തയ്യാറായില്ല. തുടർന്നാണ് യോഗം തീരുമാനമാകാതെ പിരിഞ്ഞത്. ബുധനാഴ്ച 2 മണിക്ക് വീണ്ടും PLC യോഗം ചേരും. അതേസമയം ഇന്ന് നടന്ന ചർച്ചയിൽ പുരോഗതിയുണ്ടെന്നും അടുത്ത PLC യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നും തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. ഇരുഭാഗങ്ങളും എന്തുകൊണ്ട് ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പരസ്പരം ബോധ്യപ്പെടുത്താൻ ഉള്ള പോസിറ്റീവായ ചർച്ചകൾ ഇന്നുണ്ടായി. ആ സമവായത്തിൻ്റെ പാത തുറന്നു കിട്ടിയിട്ടുണ്ട്. ഇനി സമവായത്തിൽ എത്തിക്കണം. ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് തൊഴിലാളി സംഘടനകളും വ്യക്തമാക്കി. CITU നേതാവ് PS രാജൻ സമരമായിട്ട് പോകലാണ്ട് വേറെ വഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസം ചർച്ച നടത്തിയിട്ടും ഈ നിർണായകമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ മേൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് നിർഭാഗ്യകരമാണ്. മുഖ്യമന്ത്രി ഉചിതമായ രീതിയിൽ പ്രശ്നപരിഹാരത്തിനായി ഇടപെട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന് മുഖ്യമന്ത്രി പെമ്പിളയൊരുമ പ്രവർത്തകർക്ക് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ PLC യോഗത്തിൽ ഇത് സംബന്ധിച്ച യാതൊരു ചർച്ചയും നടന്നില്ല. സംസ്ഥാന വ്യാപകമായി തോട്ടം തൊഴിലാളി സമരം തുടരുന്നത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുകയാണ്. ബുധനാഴ്ചയോടെ പ്രശ്നം പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സർക്കാർ. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. കണ്ണൻ ദേവൻ കമ്പനിക്കെതിരെ പോലീസ് ഹൈക്കോടതിയിൽ. സർക്കാർ ഭൂമി കയ്യേറിയതിനും വ്യാജരേഖ ചമച്ചതിനും വിശദമായ അന്വേഷണം വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അന്വേഷണം അനിവാര്യമാണെന്നും പോലീസ് ഹൈക്കോടതിയിൽ പറഞ്ഞു. സർക്കാർ ഭൂമി കയ്യേറി കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട് കണ്ണൻ ദേവൻ കമ്പനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത 9 കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിൽ ദേവികുളം SI സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ശുപാർശ ചെയ്തത്. ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് കമ്പനി കോടതിയിൽ സമർപ്പിച്ച രേഖകൾ വ്യാജമാണ്. വ്യാജരേഖ ചമച്ച് ഭൂമി തട്ടിയെടുത്തത് രാജ്യതാൽപര്യത്തിന് വിരുദ്ധമാണ്. 96,000 ഏക്കർ ഭൂമിയാണ് ഇങ്ങനെ വ്യാജരേഖയുണ്ടാക്കി കമ്പനി കൈവശം വെച്ചിരിക്കുന്നതെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഭൂമി ഇടപാട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നതിനൊപ്പം ക്രിമിനൽ കേസുമായി മുന്നോട്ടു പോകാൻ അനുവദിക്കണമെന്നും സത്യവാങ്മൂലം ആവശ്യപ്പെടുന്നു. കണ്ണൻ ദേവൻ കമ്പനിയുടെ ഭൂമി സംബന്ധിച്ച മുഴുവൻ രേഖകളും കോടതി പരിശോധിക്കണം. വിദേശ നാണ്യ വിനിമയ ചട്ടത്തിന്റെ ലംഘനം നടന്നിട്ടുണ്ട്. കണ്ണൻ ദേവൻ കമ്പനിയുടെ ഈ നടപടി രാജ്യത്തെ നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണെന്നും സത്യവാങ്മൂലം ചൂണ്ടിക്കാട്ടുന്നു. ബുധനാഴ്ച കേസ് കോടതി പരിഗണിക്കാനിരിക്കെയാണ് സർക്കാർ വിശദമായ സത്യവാങ്മൂലം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. BJPയെ പിന്തുണയ്ക്കുന്ന SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടിനെതിരെ മുൻ ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേർന്നു. RSS അജണ്ടയ്ക്ക് മുന്നിൽ ഗുരുധർമ്മം അടിയറ വയ്ക്കുന്ന SNDP നേതൃത്വത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രചാരണം നടത്താൻ യോഗം തീരുമാനിച്ചു. വരും ദിവസങ്ങളിൽ മുഴുവൻ ജില്ലകളിലും കൺവെൻഷൻ വിളിച്ചു ചേർക്കുമെന്നും പ്രവർത്തകർ പറഞ്ഞു. BJPയുമായി സഖ്യമുണ്ടാക്കാനുള്ള SNDPയുടെ രാഷ്ട്രീയ നിലപാടിനോട് സംഘടനയ്ക്കകത്ത് വിയോജിപ്പുള്ളവരാണ് കൊച്ചിയിൽ യോഗം ചേർന്നത്. വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള SNDPയുടെ നിലവിലെ നയപരിപാടികൾ ഒരു കാരണവശാലും അംഗീകരിക്കാനാവാത്തതാണെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു. SN ട്രസ്റ്റിനെതിരെ അഴിമതി കേസ് നിലനിൽക്കെ ഇതിൽ സംശയദൂരീകരണം നടത്താത്ത സംഘടനയുടെ പ്രവർത്തനത്തിൽ യോഗം അതൃപ്തി രേഖപ്പെടുത്തി. ബീഫ് കഴിച്ചതിന് ഗൃഹനാഥനെ കൊലപ്പെടുത്തിയ സംഘപരിവാർ നടപടിയിൽ എതിർപ്പ് രേഖപ്പെടുത്താത്ത SNDP നേതൃത്വത്തിനെതിരെ യോഗത്തിൽ വിമർശനമുയർന്നു. SNDP നേതൃത്വത്തിന്റെ തെറ്റായ നീക്കങ്ങൾക്കെതിരെ യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചതായി SNDP മുൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോപിനാഥൻ പറഞ്ഞു. ബദലുണ്ടാക്കുക എന്നുള്ളതല്ല, അതിനകത്ത് കാണുന്ന, അതിൻ്റെ നേതൃത്വത്തിൽ കാണുന്ന ഈ തെറ്റായ പ്രവണതകൾ, പോക്കുകൾ, ഗുരുദേവന്റെ സന്ദേശങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കെതിരായിട്ട് SNDP യോഗം പ്രവർത്തിക്കുന്നു എന്ന് കാണുന്നത് കൊണ്ടാണ്, അതിനെതിരായിട്ടാണ്. വിവിധ ജില്ലകളിൽ നിന്ന് നിരവധി പ്രവർത്തകർ പങ്കെടുത്ത യോഗത്തിൽ SNDPയുടെ അപച്യുതിക്കെതിരെ പ്രവർത്തിക്കാൻ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും കമ്മിറ്റികൾക്ക് രൂപം നൽകി. വരും ദിവസങ്ങളിൽ മുഴുവൻ ജില്ലകളിലും കൺവെൻഷൻ വിളിച്ചു ചേർക്കുമെന്ന് സമിതി നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരളത്തിൽ മൂന്നാം മുന്നണി അനിവാര്യമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സാമൂഹ്യനീതി ലക്ഷ്യമാക്കുന്ന മതേതര കൂട്ടായ്മയാണ് ലക്ഷ്യമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടി രൂപവൽക്കരണം സംബന്ധിച്ച് ചേർത്തലയിൽ ചേർന്ന ആലോചനാ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 6 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഒരു മതേതര മൂന്നാം മുന്നണി ഇവിടെ ആവശ്യമാണെന്നും ഇതിന് യോജിക്കാവുന്ന രാഷ്ട്രീയ പാർട്ടികളുമായി യോജിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു.
ചേർത്തലയിൽ നടന്ന രാഷ്ട്രീയ നിരീക്ഷകരുടെ യോഗത്തിന് ശേഷമായിരുന്നു തന്റെ നിലപാട് വെള്ളാപ്പള്ളി വ്യക്തമാക്കിയത്. ഒരു ഹിന്ദുവിൻ്റെ മാത്രമല്ല, അതൊരു മതേതര ചിന്തയോടുകൂടി അതിനകത്ത് മറ്റുള്ളവർക്ക് ഇടം കൊടുത്തുകൊണ്ട് സാമൂഹ്യ നീതി എന്ന സമുദായ നീതി നടപ്പിലാക്കുവാൻ സന്മനസ്സുള്ളവരുടെ ഒരു കൂട്ടായ്മ ആയിട്ട് വേണം ഇത് പോകേണ്ടത് എന്നുള്ള ഒരു അഭിപ്രായവും ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. എന്നാൽ SNDPയുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് മുൻപ് തന്നെ തുഷാർ വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവന യൂണിയൻ ഭാരവാഹികൾക്കിടയിൽ അതൃപ്തി ഉളവാക്കി. യോഗ തീരുമാനത്തിന് മുൻപ് പാർട്ടി ഉണ്ടാക്കുമെന്ന തുഷാറിന്റെ പ്രസ്താവനയാണ് ഭാരവാഹികളെ ചൊടിപ്പിച്ചത്. SNDP യോഗത്തിൽ നിൽക്കുന്ന എല്ലാവരും ഈ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ പോലും വരും എന്ന് SNDP ജനറൽ സെക്രട്ടറി SNDP യോഗം പറഞ്ഞിട്ടില്ല. അതിനകത്ത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടി നിൽക്കുന്ന സമുദായത്തിലുള്ള ആളുകളുണ്ടോ അവരവരുടെ നിൽക്കാൻ കഴിയും. അതിനുശേഷം അതിന് എന്താണ് തീരുമാനം എടുക്കുന്നുള്ളൂ അടുത്ത ദിവസം കാണാൻ വേണ്ടി പോകുന്നത്. ഇന്ന് ചേർത്തലയിൽ നടന്ന ചർച്ചകളുടെ തീരുമാനം SNDP യൂണിയൻ ഭാരവാഹികളുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാവും രാഷ്ട്രീയ പാർട്ടി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. എന്തായാലും ഇതിനു മുൻപായി തുഷാർ വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ യൂണിയൻ ഭാരവാഹികൾക്കിടയിൽ കടുത്ത അതൃപ്തിയാണ് ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ യോഗം തീരുന്നതിന് മുൻപ് തന്നെ തുഷാർ വെള്ളാപ്പള്ളി പിൻവാതിലൂടെ രക്ഷപ്പെടുകയും ചെയ്തു. BJP പിന്തുണയോടുകൂടിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതായിരുന്നു SNDPയുടെ ആദ്യ നിലപാട്. എന്നാൽ ഇന്ന് ഇവിടെ ചേർന്ന രാഷ്ട്രീയ നിരീക്ഷകരുടെ ചർച്ചകൾക്ക് ശേഷം ആ തീരുമാനത്തിന് മാറ്റമുണ്ടായിരിക്കുന്നു. ഒരു മതേതര മുന്നണി എന്ന നിലയിലേക്കാണ് ഇപ്പോൾ SNDP യോഗം എത്തിയിരിക്കുന്നത്. ക്യാമറാമാൻ സജുവിനൊപ്പം ഷജഹാൻ. VS-നെതിരെയുള്ള വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന എല്ലാ മര്യാദകളും ലംഘിക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. RSSനെ സന്തോഷിപ്പിക്കാനാണ് വെള്ളാപ്പള്ളി VS-നും പിണറായിക്കുമെതിരെയുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. ഇത്തരം പരാമർശങ്ങളിലൂടെ വെള്ളാപ്പള്ളി രാഷ്ട്രീയ യജമാനന്മാരെ പ്രീതിപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും വെള്ളാപ്പള്ളിയുടെ ജൽപ്പനങ്ങൾ കേരളം അവജ്ഞയോടെ തള്ളുമെന്നും കോടിയേരി പ്രതികരിച്ചു. RSSന്റെ നാവ് കടമെടുത്തുള്ള വെള്ളാപ്പള്ളിയുടെ അവഹേളനം നിർത്തണമെന്ന് പിണറായി വിജയൻ. VS അടക്കമുള്ള മുതിർന്ന നേതാക്കളെ തുടർച്ചയായി അവഹേളിക്കുന്നത് അഹംഭാവം കൊണ്ടെന്നും RSS ബന്ധമാണ് ഈ ഹീനമായ തലത്തിലേക്ക് വെള്ളാപ്പള്ളിയെ എത്തിച്ചതെന്നും പിണറായി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. തൃശൂർ കേരളവർമ്മ കോളേജിൽ ബീഫ് ഫെസ്റ്റ് നടത്തിയതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. 6 പേരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഒക്ടോബർ 1 കോളേജിൽ ബീഫ് ഫെസ്റ്റ് നടത്തിയ വിദ്യാർത്ഥികളെയാണ് കോളേജ് അധികൃതർ സസ്പെൻഡ് ചെയ്തത്. SFI യൂണിറ്റ് സെക്രട്ടറി അനൂപ് മോഹൻ, യൂണിറ്റ് അംഗങ്ങളായ അനൂപ് NS, അനൂപ് K, അരവിന്ദ, ഗോകുൽ, വിഷ്ണു KV എന്നിവർക്കെതിരെയാണ് നടപടി. ബീഫ് ഫെസ്റ്റ് തടയാൻ ABVP പ്രവർത്തകർ എത്തിയതോടെ ക്യാമ്പസിൽ സംഘർഷമുണ്ടായിരുന്നു. സംഘർഷത്തിന് കാരണക്കാരായവരെയാണ് സസ്പെൻഡ് ചെയ്തത് എന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ ബീഫ് ഫെസ്റ്റ് നടത്തിയതിന്റെ പേരിലാണ് സസ്പെൻഷൻ എന്ന് SFI പ്രവർത്തകർ ആരോപിച്ചു. നമ്മുടെ അടുത്തേക്ക് വന്നിട്ടാണ് സംഘർഷം ഉണ്ടായത്. പക്ഷേ ഇതിൽ SFIയുടെ പ്രവർത്തകർക്ക് മാത്രമേ സസ്പെൻഷൻ കിട്ടിയിട്ടുള്ളൂ. അത് വ്യക്തമായിട്ടും ആ ബീഫ് ഫെസ്റ്റിവൽ കേരള കോളേജിനകത്ത് ബീഫ് ഫെസ്റ്റിവൽ നടത്തിയതിന്റെ പേരിൽ അവിടുത്തെ അധ്യാപകരും മാനേജ്മെന്റും കൂടി ഞങ്ങളെ സസ്പെൻഡ് ചെയ്തേക്കുന്നതാണ്. സംഘർഷത്തിൽ ഇരുവിഭാഗം വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റിരുന്നെങ്കിലും സംഘാടകരെ മർദ്ദിച്ച ABVP പ്രവർത്തകർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല. കോളേജ് അധികൃതരുടെ ഏകപക്ഷീയമായ നടപടിയിൽ SFI പ്രവർത്തകർ പ്രതിഷേധമറിയിച്ചു. കോളേജ് യൂണിയൻ ഓഫീസ് കത്തിച്ച സംഭവത്തിൽ ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംസ്ഥാനത്തെ സ്കൂളുകളിലും കലാലയങ്ങളിലും രാഷ്ട്രീയം നിരോധിച്ചത് തെറ്റെന്ന് AK ആന്റണി. രാഷ്ട്രീയം നിരോധിച്ചത് കാരണം നിലവിൽ വിദ്യാലയങ്ങളിൽ ജാതിമത സംഘടനകൾ സ്വൈര്യവിഹാരം നടത്തുന്നതായും ആന്റണി കുറ്റപ്പെടുത്തി. സ്കൂളുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ചത്, കലാലയ രാഷ്ട്രീയങ്ങളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ചത് നാം ചെയ്ത ഏറ്റവും വലിയ മടയത്തരമായി പോയി, തെറ്റായിപ്പോയെന്ന് വിശ്വാസക്കാരാണ്. കോടതികൾ ആലോചിക്കണം, ഭരണാധികാരികൾ ആലോചിക്കണം, കക്ഷികൾ ആലോചിക്കണം, വിദ്യാഭ്യാസ മാനേജ്മെന്റ്മാർ ആലോചിക്കണം. എന്ത് നേടി നിങ്ങളതുകൊണ്ട്? ഇന്ന് കേരളത്തിലെ വിദ്യാലയങ്ങൾ ജാതിമത വർഗീയ ശക്തികൾക്ക് നിങ്ങൾ തുറന്നു കൊടുത്തു ഫ്രീയായി. വിദ്യാർത്ഥി സംഘടനകൾക്ക് പകരം ജാതിമത യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ വിദ്യാലയങ്ങളിൽ ഒരു നിയന്ത്രണവുമില്ലാതെ സ്വൈര്യവിഹാരം നടത്തുകയാണ്. ഏകജാലക വാണിജ്യ ഉടമ്പടിക്ക് ഇന്ത്യ ജർമ്മനി ധാരണ. വാണിജ്യം, വിദ്യാഭ്യാസം, സുരക്ഷ ഉൾപ്പെടെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട 18 കരാറുകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജർമ്മൻ ചാൻസലർ ആഞ്ചല മെർക്കലും തമ്മിൽ ദില്ലിയിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിലാണ് നിർണായക കരാറുകളിൽ ഒപ്പുവെച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിൽ സാമ്പത്തിക ബന്ധം ശക്തമാക്കുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളാണ് കൂടിക്കാഴ്ചയിൽ ചർച്ചയായത്. വാണിജ്യരംഗത്ത് ഇന്ത്യ ജർമ്മനി ബന്ധം മെച്ചപ്പെടുത്തുകയാണ് ആഞ്ചല മെർക്കലിന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. രാഷ്ട്രപതി ഭവനിൽ നടന്ന ഔപചാരിക വരവേൽപ്പിന് ശേഷമായിരുന്നു ഹൈദരാബാദ് ഹൌസിൽ നരേന്ദ്രമോദിയും മെർക്കലും കൂടിക്കാഴ്ച നടത്തിയത്.
ഉഭയകക്ഷി ചർച്ചയിൽ ഇരു രാജ്യങ്ങളുടെയും ക്യാബിനറ്റ് മന്ത്രിമാരും പങ്കെടുത്തു. വ്യാപാര ഇടപാടുകൾ വേഗത്തിലാക്കാനുള്ള ഏകജാലക സംവിധാനം കൊണ്ടുവരാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. വിദ്യാഭ്യാസം, വ്യോമയാനം, സുരക്ഷ ഉൾപ്പെടെയുള്ള മേഖലകളിലായി 18 കരാറുകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചു. ഇന്ത്യയുടെ പ്രധാന വാണിജ്യ പങ്കാളിയാണ് ജർമ്മനിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ മാറ്റം വേണമെന്ന ഇന്ത്യയുടെ ആവശ്യത്തിന് ജർമ്മനി പിന്തുണ നൽകുമെന്ന് ആഞ്ചല മെർക്കൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഞ്ചല മെർക്കലും നാളെ ബംഗളൂരുവിൽ ബിസിനസ് ഫോറത്തിൽ പങ്കെടുക്കും. എം സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. 3 വർഷമായി മകന്റെ വരവും കാത്ത് കഴിയുകയാണ് പാലക്കാട് ഒറ്റപ്പാലത്തെ ഒരു കുടുംബം. കനകരാജ്, കലാവതി ദമ്പതികളുടെ മകൻ ജിത്തു രാജിനെ 2012 ഫെബ്രുവരി 18 കാണാതായത്. 2012 SLC പരീക്ഷാ തയ്യാറെടുപ്പിനിടെയാണ് വാണിയംകുളം TRK ഹൈസ്കൂൾ വിദ്യാർത്ഥി ജിത്തുരാജിനെ കാണാതാവുന്നത്. കൂട്ടുകാരൻ നിരന്തരം ഫോണിൽ വിളിച്ചതിനെ തുടർന്ന് രാവിലെ 7 മണിയോടെ വീട്ടിൽ നിന്നിറങ്ങി. പിന്നീട് ഇതുവരെ ജിത്തുമോൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. പോകുമ്പോൾ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ നമ്പർ ഇപ്പോൾ കോഴിക്കോട്ടുള്ള ഒരാളാണ് ഉപയോഗിക്കുന്നത്. ജിത്തുവിന്റെ വരവും കാത്ത് ദിവസങ്ങൾ എണ്ണിക്കഴിയുകയാണ് അമ്മ കലാവതിയും സഹോദരൻ ജിതിൻ രാജും. എങ്ങനെ ഇനി എന്താ അവൻ്റെ ബുദ്ധിമോശം കൊണ്ടാവും പോയതായാലും ഇനി അവൻ്റെ ആ ചെറുപ്പത്തിൽ തോന്നിയ ആ എന്ത് ബുദ്ധിയാണെന്നുണ്ടെങ്കിലും എവിടെയാണെങ്കിലും അവൻ ഞങ്ങളടുത്തേക്ക് തിരിച്ചു വരണം. അവന് വരാൻ സാധിക്കണം, തോന്നണം അവന് ഞങ്ങളടുത്തേക്ക് വരാൻ. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വേറെ ആരുമില്ല. പഠനത്തിനൊപ്പം കലാരംഗത്തും മികവ് പുലർത്തിയിരുന്നു ജിത്തുരാജ്. സ്കൂൾ കലോത്സവമടക്കം നിരവധി വേദികളിൽ വിജയം വരിച്ചു. കുട്ടിയെ കാണാതായതിനെ തുടർന്ന് ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തെങ്കിലും അന്വേഷണം എങ്ങും എത്താതെ നിൽക്കുകയാണ്. ഈ കുടുംബത്തിന്റെ കണ്ണുനീരിന് അറുതി വരണമെങ്കിൽ ജിത്തുരാജ് തിരിച്ചു വരണം. അതിനായുള്ള കാത്തിരിപ്പിലാണ് ഇവരുടെ കുടുംബം. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം AK ലതീഷ്. ശാരീരിക പരിമിതികൾ കഴിവുകളുടെ അളവുകോലാകരുത്. സഹതാപമല്ല, കയ്യടികളാണ് വേണ്ടതെന്ന് പറയുന്നത് ഫ്രാൻസിലെ ഫാഷൻ ഷോയിൽ ഫാഷൻ പ്രേമികളുടെ മനം കവർന്ന ഒരു കൂട്ടം സുന്ദരിമാരാണ്. പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കമെന്ന് നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് ഇവരാരും കേൾക്കാനിടയില്ല. തന്റെ വലിപ്പം തിരിച്ചറിഞ്ഞവർക്ക് ഉള്ളിൽ നിന്ന് തന്നെ തോന്നേണ്ട തോന്നലാവണം ആ പൊക്കം. മെലിഞ്ഞ് ചാവാറായി മാനം മുട്ടി നടക്കുന്ന പെൺസൗന്ദര്യം മാത്രമല്ല, ഫാഷൻ ലോകത്ത് തങ്ങൾക്കും ഇടമുണ്ടെന്ന് തെളിയിക്കുക കൂടിയായിരുന്നു ഈ കുഞ്ഞൻ സുന്ദരിമാർ. ഫ്രാൻസ് സാംസ്കാരിക മന്ത്രാലയത്തിന്റെ കീഴിലാണ് പൊക്കമില്ലാത്ത സ്ത്രീകൾക്കായി ഫാഷൻ ഷോ നടന്നത്. പാരീസ് ഫാഷൻ വീക്ക് കലണ്ടറിന്റെ ഭാഗമായി നടന്ന ഷോയിൽ പങ്കെടുത്തത് 4 അടി മാത്രം ഉള്ള സുന്ദരികളാണ്. റാമ്പിലെ ത്രസിപ്പിക്കുന്ന സൗന്ദര്യമായപ്പോൾ ഓരോ മോഡലിനും പൊക്കം വാനോളമായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്.